ആദ്യം ഈ വീഡിയോ ദൃശ്യം തന്നെ കണ്ടു തുടങ്ങാം. കണ്ടില്ലേ കാഴ്ചകൾ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി യാത്രയിലായിരുന്നു. ഏതാണ്ട് 4.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങി രാത്രി 12 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്കുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നൊന്ന് ഉറങ്ങണം, അത്ര ക്ഷീണമുണ്ട്. വണ്ടി വിട്ട് മുന്നോട്ട് വരിക. ദേശീയപാതയിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞെങ്ങിയും ഞെരുങ്ങിയും ഒക്കെയാണ് വരുന്നത്. രാത്രി വരുന്ന വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ കൂടാതെ ദേശീയപാതയുടെ പണിയുടെ ഭീമാകാരമായ വണ്ടികളും മൂവ് ചെയ്യുന്നത് രാത്രിയാണ്. വല്ല വിധേനയും എങ്ങനെയെങ്കിലും ചേർത്തല പിടിക്കാമെന്നും പറഞ്ഞ് ഡ്രൈവർ അനൂപ് വിട്ടുപോരുമ്പോൾ അരൂരിലെത്തിയപ്പോൾ പോലീസ് റോഡിൻ്റെ നടുവിൽ നിൽക്കുന്നു. എന്നിട്ട് കൈ കാണിച്ചിട്ട് പൂച്ചാക്കൽ ചേർത്തല വഴി ദേശീയപാതയിൽ കയറാൻ പറയുന്നു, ആലപ്പുഴയ്ക്ക് പോകാൻ. നമ്മളൊന്ന് ബലം പിടിച്ച് നോക്കി. ഇങ്ങനെ യാത്ര ദൂരെ നിന്നാണ്, അപ്പുറത്ത് വരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാരൻ ചിരിച്ചിട്ട് പറഞ്ഞത്, പോണമെങ്കിൽ ചെല്ല്, ആനയടഞ്ഞ് റോഡിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് വാഹനങ്ങളൊക്കെ തിരിച്ചുവിടാൻ പറഞ്ഞിരിക്കുക. പിന്നെന്താ മറുപടി പറയുക? ഒടുവിൽ ആ റോഡിലൂടെ സാധാരണ ഓടുന്നതിനേക്കാളും ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്ത് എല്ലാ വാഹനങ്ങളും വഴിതിരിച്ചു വിടുന്നതുകൊണ്ടുള്ള ഗതാഗതക്കുരുക്കൊക്കെ മറികടന്ന് ദേശീയപാത പിടിച്ച് വീട്ടിലെത്തി. എത്തിയപ്പോൾ എത്തേണ്ടതിനേക്കാൾ 1 മണിക്കൂർ വൈകി. ഞാൻ ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഒരു വാർത്ത കാണുന്നത്. വീട്ടുമുറ്റത്ത് നിന്ന ഒരു കുടുംബനാഥനെ, ഒരു മധ്യവയസ്കനെ, ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടി കൊന്നു. ആ കുടുംബത്തിന് 10-25 ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പക്ഷേ എനിക്കിതൊന്നുമല്ല തോന്നിയത്. സാധാരണ ഈ സൈക്യാട്രിക് കോൺഫറൻസിലൊക്കെ പറയാറുണ്ട്, മനുഷ്യരിൽ ഒരു 10-60% പേരും ഏതെങ്കിലും തരത്തിലുള്ള മനോരോഗത്തിന് അടിമകളാണെന്ന്. അത് യഥാർത്ഥത്തിൽ മലയാളികളുടെ ചില സമയത്തെ മനോഭാവം കണ്ടാൽ അത് 90% തോന്നിപ്പോവും. ഒരാന നാട്ടിലിറങ്ങി മനുഷ്യജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ ലൈവ് അങ്ങ് തുടങ്ങുകയാണ്. ആന അവിടെ എത്തി, കുട്ടിക്കൊമ്പൻ ഇവിടെ വന്നു, അത് ചരിഞ്ഞു. ആദ്യ ദൃശ്യങ്ങൾ ന്യൂസ് 24-ന് ലഭിച്ചു, ആദ്യ ദൃശ്യങ്ങൾ റിപ്പോർട്ടർക്ക് ലഭിച്ചു. ആന നടന്നു പോകുന്നു, ആനയെ അപ്പിയിട്ടു, ആന ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുകയാണ്. പിന്നെ ആനയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ച, ആനയുടെ പെരുമ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യജീവിതം ദുസ്സഹമാക്കും വിധം വല്ലാത്തൊരു ഗതികേടിൽ അവസ്ഥയിലാണ് മനുഷ്യരെത്തി നിൽക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ക്യാൻറ്റീൻ്റെ ഒരു ഡോർ ഇളകിയപ്പോൾ കഴിഞ്ഞ ദിവസം സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് പട്ടി കയറാനുള്ള സാധ്യതയുണ്ട്. പട്ടി കയറിയാൽ പട്ടിയെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനാവില്ല, എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അകത്താവും. അതുകൊണ്ട് എന്തെങ്കിലും മാർഗം സ്വീകരിച്ച് പട്ടി മൂത്രമൊഴിക്കാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ വേഗം ശരിയാക്കാൻ പറഞ്ഞു. പുള്ളിയും ചിരിച്ചു, ഞാനും ചിരിച്ചെങ്കിലും അതൊന്ന് തമാശയല്ല, നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഒരു വശത്ത്. മറുവശത്താണ് ഇതൊക്കെ അറിയാവുന്ന മനുഷ്യർ ഈ ആനകളെ അതിൻ്റെ അവസ്ഥ എന്താണെന്നോ അതിൻ്റെ സ്ഥിതി എന്താണെന്നോ മനസ്സിലാക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് വിളിച്ചുകൊണ്ടുവന്ന് ദേശീയപാതയിലൂടെയും അത്തരം സ്ഥലങ്ങളിലൂടെയും ഒക്കെ കൊണ്ടു നടന്ന് അതിൻ്റെ അടുത്തുകൂടി നടക്കുമ്പോൾ ഇതൊരു മൃഗമാണെന്നും ഇതെപ്പോഴും ഇടയാമെന്നും ഇതെപ്പോഴും തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കാമെന്നും ഒന്നുമുള്ള യാതൊരു ബോധ്യവുമില്ല. എത്രയോ കാരണങ്ങൾ പറഞ്ഞ് രക്തബന്ധുക്കളെപ്പോലും അകറ്റി നിർത്തിയിരിക്കുന്നവർ, അവർ പണ്ട് ദ്രോഹിച്ചു ഇനിയും ദ്രോഹിക്കുമെന്നൊക്കെ പറയുന്നവർക്ക് ആനയുടെ കാലിൻ്റെ ഇടയിൽ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നിന്ന് അവസാനം വാർത്തയായി വരുമ്പോൾ അതിന് പിന്നെ പോസ്റ്റ് ഇടാനും കരയാനുമൊക്കെ നേരമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി ആന നിർബന്ധമാണെങ്കിൽ അതെവിടെയാണോ വേണ്ടത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന്
സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നോക്കി തളയ്ക്കട്ടെ. അവിടെ തളച്ചിട്ട് ഈ പറയുന്നത് പോലെ കാണേണ്ടവർ വന്ന് കാണുകയോ, ഭക്ത്യാദരങ്ങൾ സമർപ്പിക്കേണ്ടവർ അങ്ങനെ വന്ന് കാണുകയോ, വീഡിയോയും സെൽഫിയും എടുക്കേണ്ടവർ അങ്ങനെ വന്ന് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടതിന് പകരം ഈ തിരക്ക് നിറഞ്ഞ ദേശീയപാതയിൽ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായി കൈക്കുഞ്ഞുങ്ങളും ആളുകളും ഒക്കെ പോകുമ്പോൾ ഇതുപോലെ കാട്ടിൽ കിടക്കുന്നതിനെയൊക്കെ വലിച്ചുകൊണ്ടുവന്ന് നാട്ടിലിട്ട് നടത്തി അതിൻ്റെ പൊലിമ വർദ്ധിപ്പിക്കുന്ന, അതിനെ വലിയ വികാരപരമായി കാണുന്ന ഒരു വിവേകമില്ലായ്മ എത്ര മോശമാണെന്ന് ഓർത്തുപോയി. ഏതായാലും മനുഷ്യനും ആനയ്ക്കും ഒരുപോലെ ഭ്രാന്തായി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി.